സ്ട്രക്ചറിന് ഒരു പോയിന്ററിന് എങ്ങനെ നമ്മൾ ചെയ്യും എന്നുള്ളത്. സ്ട്രക്ചറിനെ ഒരു പോയിന്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ പോയിന്ററിന്റെ ടൈപ്പും സ്ട്രക്ചർ ടൈപ്പ് ആയിരിക്കും. ഓക്കെ, ഇത് നമ്മൾ നോർമലി ഫസ്റ്റ് പഠിച്ചതാണ്. ഒരു ഇൻഡിജർ വാരിയബിളിനെ പോയിന്റ് ചെയ്യുന്നത് ഇൻഡിജർ ടൈപ്പിലുള്ള പോയിന്റർ ആയിരിക്കും. അപ്പൊ ഡാറ്റ ടൈപ്പ് അവിടെ സെയിം ആയിരിക്കും. സോ ഒരു സ്ട്രക്ചറിനെ പോയിന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അത് ഏത് ടൈപ്പ് ആയിരിക്കണം? സ്ട്രക്ചർ ടൈപ്പ് ആയിരിക്കും. എനിവേ, ഒരു പോയിന്റർ ആരോ എന്ന് പറഞ്ഞാൽ നോർമൽ സ്ട്രക്ചർ വാരിയബിൾ ഡോട്ടിന് തുല്യമാണ്. ഓക്കെ, അതാണ് വേറൊരു ഹൈലൈറ്റ്. ഇനി ഒരു സ്ട്രക്ചർ പോയിന്ററിനെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്ന ഒരു എക്സാമ്പിൾ ആണ് ഇവിടെ. അപ്പൊ നമ്മൾ ഒരു സ്റ്റുഡൻറ്റിന്റെ സ്ട്രക്ചർ ഉണ്ടാക്കുന്നുണ്ട്. അതിൽ 4 മെമ്പേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ 2 ഇൻഡിജറും 2 ക്യാരക്ടർ അരേസും ആണ് ഉള്ളത്. എന്നിട്ട് മെയിനില് അതിൻ്റെ ഒരു സ്ട്രക്ചർ വാരിയബിൾ S1 ഡിക്ലെയർ ചെയ്യുന്നു, ഒരു പോയിന്ററും ഡിക്ലെയർ ചെയ്യുന്നു. എന്നിട്ട് S1നെ അതിലേക്ക് അതിൻ്റെ അഡ്രസ്സ് PTRലേക്ക് കൊടുക്കുന്നു. ഓക്കെ, ഇത് പോയിന്റർ വിത്ത് സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷൻ ആണ്. ഇനി നമ്മളുടെ കയ്യിൽ S1 ഇല്ല എന്ന് വിചാരിക്കുക, ഓൺലി സ്ട്രക്ട് സ്റ്റുഡൻറ് സ്റ്റാർ PTR ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മൾ മാലോക്ക് എന്ന ഫംഗ്ഷൻ വഴിയാണ് മെമ്മറി പ്രോഗ്രാം റൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ അതാണ് ഈ കമാൻഡ്സ് ആയിട്ട് ഞാൻ അവിടെ എഴുതി വെച്ചിട്ടുള്ളത്. അതായത് ഒരു പ്രോഗ്രാം സ്റ്റാറ്റിക് അല്ലെങ്കിൽ പോയിന്റർ ഉണ്ടാവുകയും ചെയ്താൽ അത് ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ ആണ്. ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ ആണെങ്കിൽ സ്ട്രക്ട് സ്റ്റുഡൻറ് S1 വേണ്ട, സ്റ്റാർ PTR മാത്രം ഈക്വൽ ടു ആംപർസാൻഡ് S1 എന്ന് കൊടുക്കാതെ, പിന്നെ PTR ഈക്വൽ ടു സ്ട്രക്ട് സ്റ്റുഡൻറ് സ്റ്റാർ മാലോക് സൈസ് ഓഫ് സ്ട്രക്ട് സ്റ്റുഡൻറ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് പോയിന്റ് ചെയ്യിപ്പിക്കാം. ഓക്കെ, ഇതാണ് ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ. അപ്പൊ രണ്ടും ഞാൻ ഇവിടെ കമാൻഡ് ആയിട്ട് ഇട്ടിട്ട് ഉൾപ്പെടുത്തിയെന്നേ ഉള്ളൂ. ഇനി സപ്പോസ് നമ്മളത് കമാൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പ്രോഗ്രാം ഇപ്പോൾ മൂവ് ചെയ്യുന്നത് പോയിന്ററും സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷനുമാണ്. അപ്പം S1 ഉണ്ട്, PTR ഉണ്ട് കയ്യിൽ. ഓക്കെ, രണ്ടാളും ഒരേ മെമ്മറിയെ പോയിന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ S1ന്റെ റോൾ നമ്പർ 27 നമ്മൾ അസൈൻ ചെയ്തു. അതേപോലെ S1ന്റെ നെയിം കമലേഷ് ജോഷി നമ്മൾ കോപ്പി ചെയ്തു. strcpy സ്ട്രിംഗ് ഫംഗ്ഷൻ ആണ്. ഇനി S1 ഡോട്ട് ബ്രാഞ്ചിലേക്ക് നമ്മൾ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് എന്നുള്ള സ്ട്രിങ്ങിന് കോപ്പി ചെയ്തു. അതേപോലെ ബാച്ച് 2019 ആണെന്ന് നമ്മൾ അസൈൻ ചെയ്തു. ഇനി ഇങ്ങനെ ആ സ്ട്രക്ചറിലെ ഓരോ മെമ്പറിനും കുറച്ച് വാല്യൂസ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് അവരെ പ്രിന്റ് ചെയ്യാം. നമ്മൾ പ്രിന്റ് ചെയ്യുന്നത് വാല്യൂ അസൈൻ ചെയ്തപ്പോൾ നമ്മൾ നമ്മളുടെ നോർമൽ മെത്തേഡാണ് യൂസ് ചെയ്തത്, അതായത് സ്ട്രക്ചർ വാരിയബിൾ മാത്രം. ഓക്കെ, പക്ഷെ ഇനി നമുക്ക് എന്ത് ചെയ്യണം? പ്രിന്റ് ചെയ്യുന്നത് പോയിന്റർ വെച്ചിട്ടായിരിക്കണം. അപ്പോൾ S1 ഉള്ള സ്ഥലത്തൊക്കെ സ്റ്റാർ PTR ഇടണം. ഓക്കെ, അപ്പൊ സ്റ്റാർ PTRനെ ബ്രാക്കറ്റിൽ ഇടാൻ കാരണം ഈ ഡോട്ട് ഓപ്പറേറ്ററിന് അതിനേക്കാൾ വലിയ പ്രയോറിറ്റി പോകും, അത് പാടില്ല എന്ന് വെച്ചിട്ടാണ്. അപ്പൊ സ്റ്റാർ PTR ഡോട്ട് റോൾ നമ്പർ, സ്റ്റാർ PTR ഡോട്ട് നെയിം, സ്റ്റാർ PTR ഡോട്ട് ബ്രാഞ്ച്, സ്റ്റാർ PTR ഡോട്ട് ബാച്ച്. ഇത് ഡോട്ട് ഓപ്പറേറ്റർ വെച്ചു. ഈ ഡോട്ട് ഓപ്പറേറ്ററിന്റെ ലെഫ്റ്റ് സൈഡിൽ നോർമൽ വാരിയബിൾ ആണെങ്കിൽ ഡോട്ട് തന്നെയാണ് മെമ്പർ ഓപ്പറേറ്റർ. പക്ഷേ ലെഫ്റ്റ് സൈഡിൽ ഒരു പോയിന്റർ വാരിയബിൾ വന്നാൽ ഈ ഡോട്ട് ഉള്ളത് എന്തായിട്ട് മാറും? ആരോ ആയിട്ട് മാറും. ഓക്കെ, അപ്പം നമ്മൾ അതേ പ്രോഗ്രാം വീണ്ടും നമ്മൾ എന്ത് ചെയ്തിരിക്കുകയാണ്? സ്ട്രക്ട് സ്റ്റുഡൻറ് റീഡ് ചെയ്തതും പ്രിന്റ് ചെയ്യുന്നതും പോയിന്റർ ആക്കി സെറ്റ് ചെയ്തു. എന്നിട്ട് ആരോ വെച്ചിട്ടുള്ള വെർഷൻ ആണ് ഇവിടെ. അപ്പൊ ഡോട്ട് വേണമെങ്കിൽ വെക്കാം, പക്ഷേ ഈ സ്റ്റാർ PTRനെയും PTR ഒക്കെ ബ്രാക്കറ്റ് ചെയ്യണം. ഓക്കെ, പിന്നെ ഡോട്ട് ചില സമയത്ത് ചില സിസ്റ്റം ആക്സെപ്റ്റബിൾ അല്ല, അപ്പൊ അവിടെ ആരോ ആണ് എടുക്കുക. ഓക്കെ, പിന്നെ %S ആണെങ്കിൽ നമ്മൾ ആംപർസെന്റ് യൂസ് ചെയ്യില്ല, ബാക്കി എല്ലാ സ്ഥലങ്ങളിലും ആംപർസെന്റ് യൂസ് ചെയ്യും. ഓക്കെ, ആംപർസെന്റ് PTR ആരോ റോൾ നമ്പർ ആണ് സ്കാനഫില്. ഓക്കെ,
അതേസമയം PTR ആരോ റോൾ നമ്പർ ആണ്. ഇവിടെ എന്തുണ്ടാവില്ല? സ്റ്റാർ PTR ആരോ ഉണ്ടാവില്ല. കാരണം എന്താ? സ്റ്റാർ PTR ഡോട്ടാണ് PTR ആരോ ആയിട്ട് മാറിയിട്ടുള്ളത്. ഓക്കെ, നോർമൽ കേസിൽ PTR ഡോട്ട് റോൾ നമ്പറിൽ ആംപർസെന്റ് വേണ്ട, കാരണം പോയിന്റർ ആണല്ലോ, അതൊരു അഡ്രസ് ആണ്. പക്ഷെ ഇവിടെ ആംപർസെന്റ് PTR ആരോ ഇട്ടുള്ളൂ. അതിന്റെ റീസൺ ഇതാണ്, സ്റ്റാറും ഡോട്ടും ആണ് ആരോ ആയിട്ട് മാറുക. അപ്പോൾ നേരെ ഓപ്പോസിറ്റ് ആണ്. PTR ഡോട്ട് ആണെങ്കിൽ ആംപർസെന്റ് വേണ്ട. അതേസമയം ആരോ ആയതുകൊണ്ട് ആംപർസെന്റ് ഇട്ടു. പിന്നെ പ്രിന്റ് ചെയ്യുമ്പോൾ സ്റ്റാർ PTR വേണ്ട, കാരണം സ്റ്റാർ PTR ഡോട്ടാണ് ഈ PTR ആരോ. അപ്പൊ അത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക കേട്ടോ. അപ്പൊ ഇന്ന് ആ ഒരു എക്സാമ്പിള് ഫിനിഷ് ചെയ്യാൻ പറ്റിയിരുന്നില്ല, അതുകൊണ്ടാണ് അത് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയത്. ഇനി നമ്മളുടെ ലാസ്റ്റ് ടോപ്പിക്കാണ് പോയിന്ററും ഫങ്ഷൻസും. ഫങ്ഷൻസ് നിങ്ങൾ പഠിച്ച് കഴിഞ്ഞിരിക്കാം, ലത്തീഫ് സാറിന്റെ പോർഷനാണ്. അപ്പൊ ആ ഫങ്ഷനിലേക്ക് എങ്ങനെയാണ് ഒരു പോയിന്റർ ടൈപ്പിലുള്ള വാല്യൂ പാസ് ചെയ്യുക, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു പോയിന്റർ ടൈപ്പിലുള്ള ആളെ ഫങ്ഷൻ തിരിച്ചു തരിക, ഈ രണ്ട് കേസുകളാണ്. ഒരു ഫങ്ഷനെ സംബന്ധിച്ചിടത്തോളം അത്ര കാര്യങ്ങളേ ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മൾ സ്ട്രക്ചർ പഠിച്ചപ്പോൾ സ്ട്രക്ചർ ഫങ്ഷൻ കോംബോ പഠിച്ചു, അരേ പഠിച്ചപ്പോഴും അരേ ഫങ്ഷൻ കോംബോ പഠിച്ചു. പിന്നെന്താണ്, ഇപ്പൊ നമ്മൾ പോയിന്റർ പഠിച്ചപ്പോഴും ഇവരുമായിട്ടുള്ള കോംബോ പഠിക്കുകയാണ്. അപ്പൊ പോയിന്റർ അരേ കോംബോ പഠിച്ചു, പോയിന്റർ സ്ട്രക്ചർ പഠിച്ചു, ഇനി പോയിന്റർ ഫങ്ഷൻ പഠിക്കുക. അപ്പൊ ഫങ്ഷൻ എവിടെ ആയാലും ഒന്നെങ്കിൽ നമ്മൾ അതിലേക്ക് പറഞ്ഞു വിടണം, അല്ലെങ്കിൽ അവർ തിരിച്ചു തരും. ഈ കേസാണ് എല്ലാറ്റിനും. അത് അരേ ആയാലും സ്ട്രക്ചർ ആയാലും ഒരു പോയിന്റർ വെച്ചിട്ടുള്ള അരേ, സ്ട്രക്ചർ, ഒരു നോർമൽ വേരിയബിൾ ആയാലും ഫങ്ഷനുമായിട്ടുള്ള റിലേഷൻഷിപ്പ് പോയിന്ററിനും അത് തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമ്മളുടെ ലാസ്റ്റ് ടോപ്പിക്കാണ് സെക്കൻഡ് ലാസ്റ്റ് ചാപ്റ്റർ. അതോടുകൂടി നമ്മളുടെ 2 മൊഡ്യൂൾസ് ഞാൻ ഹാൻഡിൽ ചെയ്യുന്ന ഫസ്റ്റ് മൊഡ്യൂളും ഫോർത്ത് മൊഡ്യൂളും കവർ ചെയ്തിട്ടുണ്ട്. The function and pointer can be related in 3 different ways. ഇനി 2 വേ ആണ് നോർമൽ കേസുകൾ. ഇതിലൊരു മൂന്നാമത്തെ കേസും കൂടെ എടുത്ത് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ 3 ഡിഫറെന്റ് വേസ് എന്ന് പറഞ്ഞത്. ഫസ്റ്റ് ഓഫ് ഓൾ, passing values are reference or pointer as argument type. പറഞ്ഞു വിടുന്നത് ഒരു പോയിന്റ്, അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് പാസിംഗ് വാല്യൂസ് ആസ് റെഫറൻസ്. റെഫർ ചെയ്ത് പറഞ്ഞേക്കുക, അതായത് അഡ്രസ്. ഇതിനെയാണ് കാൾ ബൈ റെഫറൻസ് എന്നും പാസ് ബൈ റെഫറൻസ് എന്നും പറയുന്നത്. അത് നിങ്ങൾ ലത്തീഫ് സാറിനെ പഠിപ്പിക്കും. കാൾ ബൈ വാല്യൂ, കാൾ ബൈ റെഫറൻസ്. ഒരു വാല്യൂ പോയി മറ്റൊരു വാല്യൂബിളിന് കോപ്പി ആവുന്നതിനെയാണ് കാൾ ബൈ വാല്യൂ എന്ന് പറയുക. അതേസമയം ഒരു അഡ്രസ്സ് പോയി ഒരു പോയിന്റർ വാല്യൂബിളിലേക്ക് അസൈൻ ചെയ്യുന്നതിനെയാണ് കാൾ ബൈ റെഫറൻസ് എന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ എന്താ വെച്ചാൽ കാളിംഗ് ആൻഡ് കാൾഡ് ഫങ്ഷൻസ് ഒരേ മെമ്മറിയെ ആയിരിക്കും ഹാൻഡിൽ ചെയ്യുക കാൾ ബൈ വാല്യൂ റെഫറൻസിന്. പക്ഷെ കാൾ ബൈ വാല്യൂക്ക് അങ്ങനെയല്ല. ഇവിടെ AB ആണെങ്കിൽ അവിടെ XY ആയിരിക്കും. എന്നിട്ട് AB ഏതോ ഒരു മെമ്മറികളാണ്, അപ്പൊ 100ഉം 200ഉം ആണ് വിചാരിക്കുക. അവിടെ 500ഉം 1000ഉം ആണ്. അപ്പൊ ഇതിലെ വാല്യൂസ് പോയിട്ട് അവിടെ കോപ്പി ആവുന്നതാണ്. ഓക്കെ, അവര് വേറെ മെമ്മറിയാണ്, ഇവിടെ വേറെ മെമ്മറിയാണ്. പക്ഷെ അഡ്രസ്സാ പോകുന്നത് വെച്ചാൽ രണ്ടുപേരും ഒരേ മെമ്മറിയെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്. ഓക്കെ, ഇനി പോയിന്റർ ആസ് റിട്ടേൺ ടൈപ്പ്. മറ്റൊരു ഇതാണ് എന്ത്, റിട്ടേൺ ചെയ്യുന്നത് പോയിന്റർ ആവാം. ഇങ്ങനെ പോയിന്റർ റിട്ടേൺ ചെയ്യുകയാണെങ്കിൽ ആ ഫംഗ്ഷന് ഒന്നിൽ കൂടുതൽ വാല്യൂസ് റിട്ടേൺ ചെയ്യാം. അല്ലാത്ത എല്ലാ കേസിലും വാല്യൂ റിട്ടേണിങ് സിംഗിൾ ആയിരിക്കും. ഓക്കെ, ഒരു ഫംഗ്ഷന് ഒരു റിട്ടേൺ സ്റ്റേറ്റ്മെന്റ്
എക്സിക്യൂഷൻ സീക്വൻസിൽ വരാൻ പാടുള്ളൂ. മേ ബി 1, 2, 3 ഒക്കെ വരാം. പക്ഷെ അതൊരു ഈഫിന്റെ ഉള്ളിൽ നിന്നോ എൽസിന്റെ ഉള്ളിൽ നിന്നൊക്കെ ആയിരിക്കും. അപ്പൊ ഏതെങ്കിലും ഒന്നേ വർക്ക് ചെയ്യും. അപ്പോ ഒരിക്കൽ തിരിച്ചു വിട്ടാൽ പിന്നെ കഴിഞ്ഞു. ഒരു ഫംഗ്ഷൻ ഒരു റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്താൽ പിന്നെ ആ ഫംഗ്ഷന്റെ പുറത്തേക്ക് പോയി. ഓക്കെ, പിന്നെ അതിന്റെ ഉള്ളിലേക്ക് വരണമെങ്കിൽ വീണ്ടും വിളിക്കണം. അപ്പൊ അതാണ് റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് ഒന്നേ വർക്ക് ചെയ്യത്തുള്ളൂ. അപ്പൊ പോയിന്റർ ആണ് ഈ റിട്ടേൺ സ്റ്റേറ്റ്മെന്റിൽ ഉള്ളത് എന്നുണ്ടെങ്കിൽ അവർക്ക് ഒന്നിൽ കൂടുതൽ അവർ മെമ്മറിയാണ് ഇങ്ങോട്ട് അയക്കുന്നത്. മെമ്മറി അയച്ച എന്താ, മെമ്മറിയെ നമുക്ക് ജമ്പ് ചെയ്ത് ഒരുപാട് ആൾക്കാർ ക്യാച്ച് ചെയ്യാം. മനസ്സിലായോ? അതുകൊണ്ടാണ് മൾട്ടി വാല്യൂ റിട്ടേണിംഗ് ആണ് പോയിന്റർ റിട്ടേണിംഗ് ഫ്രം എ ഫംഗ്ഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഒരു അറേന് റിട്ടേൺ ചെയ്യണം, അല്ലെങ്കിൽ ഒരു സ്ട്രക്ചറിനെ റിട്ടേൺ ചെയ്യണം, അപ്പോഴും മൾട്ടി വാല്യൂഡ് ആണ്. ഓക്കെ, ഇനി മൂന്നാമത്തെ കേസാണ് ഫംഗ്ഷനിലേക്ക് അങ്ങോട്ടും ഫംഗ്ഷനിൽ ഇങ്ങോട്ടും പോയിന്റർ. ഇതൊന്നും കൂടാതെ ഫംഗ്ഷന് ഒരു മെമ്മറി ഉണ്ട്, ആ മെമ്മറിയെ പോയിന്റ് ചെയ്യാൻ ഒരു പോയിന്റ്. ഓക്കെ, അപ്പൊ ആ പോയിന്ററിന്റെ സ്വഭാവം എന്തായിരിക്കണം? ഫംഗ്ഷന്റെ ടൈപ്പ് ആയിരിക്കണം. അപ്പൊ ഇങ്ങനെ 3 കേസുകളാണ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത്. കാൾ ബൈ വാല്യൂ, കാൾ ബൈ റെഫറൻസ്, റിട്ടേൺ ആസ് പോയിന്റർ, പോയിന്റർ ടു ഫംഗ്ഷൻ. പോയിന്റർ പാസിംഗ് ടു ഫംഗ്ഷൻ വേറെയാണ്, പോയിന്റ് ടു ഫംഗ്ഷൻ മറ്റൊന്നാണ്. ഫംഗ്ഷൻ റിട്ടേൺ ആസ് പോയിന്റ് മൂന്നാമത്തെ ഓപ്ഷൻ. പാസിംഗ് വാല്യൂസ് ആർ റെഫറൻസ്, അതായത് ഇവിടുന്ന് അങ്ങോട്ടേക്ക് വിടുകയാണ്, അതും അഡ്രസ് ആയിരിക്കും വിടുക. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒരു ഫംഗ്ഷന് 3 പോർഷൻസ് ആണ്. ഒന്ന് ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ്, 2 ഫംഗ്ഷൻ ഡെഫിനിഷൻ, 3 ഫംഗ്ഷൻ കോളിംഗ്. ഓക്കെ, കോൾ ചെയ്യുമ്പോൾ നമ്മൾ ഫംഗ്ഷൻ ഡെഫിനിഷന്റെ അഡ്രസ് സ്പേസിൽ പോയിട്ടാണ് എക്സിക്യൂട്ട് ചെയ്യുക. പിന്നെ ഒരു റിട്ടേൺ അല്ലെങ്കിൽ അത് തീർന്നാൽ മാത്രമേ വിളിച്ച സ്ഥലത്തേക്ക് തിരിച്ചു വരൂ. ഓക്കെ, വിളിക്കുമ്പോൾ അയാൾ വിളിക്കുന്ന ഫോർമാറ്റ് ഒറിജിനൽ പ്രോട്ടോടൈപ്പ് ഫോർമാറ്റുമായിട്ട് കമ്പയർ ചെയ്ത് മാച്ച് ആണെങ്കിൽ മാത്രമേ കമ്പൈലർ ഫംഗ്ഷൻ കോളിംഗ് സക്സസ് ആക്കുള്ളൂ, ഇല്ലെങ്കിൽ ഫെയിലിയർ ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കൂ, പോയിന്റർ ആണ് ഒരു ഫംഗ്ഷനിലേക്ക് പറഞ്ഞു വിടുന്നത് എന്നുണ്ടെങ്കിൽ അതിന്റെ ഡിക്ലറേഷൻ, ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് ഓർ ഫംഗ്ഷൻ ഡിക്ലറേഷൻ എന്ന് പറയുന്നത് ബ്രാക്കറ്റിന്റെ അകത്ത് ഇൻറ്റ് ആയിരിക്കില്ല, ഇൻറ്റ് സ്റ്റാർ ആണ്. ഇതിപ്പോ ഇൻറ്റിജർ ടൈപ്പ് പോയിന്റർ ആയതുകൊണ്ടാണ്. ഒരു സ്ട്രക്ചർ പോയിന്റർ ആണെങ്കിലോ സ്ട്രക്ട് സ്റ്റുഡന്റ് സ്റ്റാർ, ഫ്ലോട്ട് ആണെങ്കിലോ ഫ്ലോട്ട് സ്റ്റാർ. ഓക്കെ, ഇതിപ്പോ ഇൻറ്റിജർ പോയിന്റർ ആയതുകൊണ്ടാണ് ഇൻറ്റ് സ്റ്റാർ. നോർമൽ ഇൻറ്റിജർ വാല്യൂ ആണെങ്കിൽ വെറും ഇൻറ്റ് ആണ് ഉണ്ടാവുക. ഓക്കെ, പിന്നെ റിട്ടേൺ ടൈപ്പ് ഇവിടെ നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല, അതുകൊണ്ട് വോയിഡ് ആണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇങ്ങനെ ഒരു പ്രോട്ടോടൈപ്പ് ഉള്ള ഫംഗ്ഷനിലേക്ക് നമ്മൾ അതിനെ വിളിക്കുകയാണ്. ഫംഗ്ഷൻ നെയിം ഓഫ് പി. പി എന്താണ്? ഒരു പോയിന്റർ ആണ്. പിയിലേക്ക് നമ്മൾ അസൈൻ ചെയ്ത വാല്യൂ 12 ആണ്. സ്റ്റാർ പിയിലേക്ക്, പിയിലേക്കല്ല സ്റ്റാർ പിയിലേക്ക്. ആ 12 എന്ന വാല്യൂവിന്റെ അഡ്രസ് ആണ് പി എവിടേക്ക് പറഞ്ഞു വിടുന്നത്. സ്റ്റാർ പി ആണ് 12 കേട്ടോ. പി എന്താണ്? 12 ഇരിക്കുന്ന അഡ്രസ്സാണ്. ആ അഡ്രസ്സിനെയാണ് എഫ് നെയിം എന്നുള്ള ഫംഗ്ഷൻ, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ്, പിന്നെ എന്തോ ഒരു ഫംഗ്ഷന്റെ നെയിം എന്നാണ് ഉദ്ദേശമുള്ളൂ കേട്ടോ. അപ്പൊ അത് പാസ് ചെയ്യുന്നു. സോ ഇവിടുന്ന് സ്റ്റാർ പി 12, ഈ 12ന്റെ അഡ്രസ്സാണ് പാസ് ചെയ്യുന്നത്. ഇവിടുന്ന് ഇവരിത് പാസ് ചെയ്ത് ഇവിടുത്തെ ഒരു പോയിന്ററിലേക്കാണ് പറഞ്ഞു വിടുന്നത്. ഓക്കെ, വൈ ഒരു അഡ്രസ് ആർക്കേ ഹോൾഡ് ചെയ്യാൻ പറ്റുള്ളൂ? ഒരു ഇൻറ്റിജർ ടൈപ്പ് പോയിന്റർ വാരിയബിളിനെ ടച്ച് ചെയ്യാൻ പറ്റും. അതും എന്ത് പോയിന്ററാ വിടുന്നത്? ഇൻറ്റിജർ പോയിന്റർ. അതുകൊണ്ട് ആര് ക്യാച്ച് ചെയ്യണം? ഇൻറ്റിജർ
പോയിന്റർ. അതാണ് ഇൻഡ് സ്റ്റാർ പി എന്ന് ഫംഗ്ഷൻ ഡെഫിനിഷനിൽ നമ്മൾ കൊടുത്തത്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിക്കോളൂ. റിട്ടേൺ ടൈപ്പ് വോയിഡ്. ഓക്കെ, ഫംഗ്ഷൻ നെയിം ഇൻഡ് സ്റ്റാർ. പ്രോട്ടോടൈപ്പ് ഏത് ടൈപ്പാന്ന് പറയും. കൂടെ ഒരു പാരാമീറ്റർ, ഒരു ആർഗ്യുമെന്റ് കൂടെ ഉണ്ടാവും. അതാണ് പ്രോട്ടോടൈപ്പും ഡെഫിനിഷനും തമ്മിലുള്ള വ്യത്യാസം. പിന്നെ ഈ ഫംഗ്ഷൻ എന്ത് ചെയ്യുന്നു എന്ന് നമ്മൾ തൽക്കാലം പറയുന്നില്ല. കാരണം എന്താ, നമുക്ക് ഇപ്പൊ എങ്ങനെയാണ് ഒരു പോയിന്റർ അങ്ങോട്ടേക്ക് പറഞ്ഞയക്കുക എന്ന് മാത്രമാണ് ഇവിടെ ഹൈലൈറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ ഇന്റിജർ ടൈപ്പിലുള്ള ഒരു പോയിന്ററിൽ 12 എന്ന് നമ്മൾ സ്റ്റോർ ചെയ്തു. സോ സ്റ്റാർ പിയിലാണ് 12 ഇരിക്കുന്ന മെമ്മറി അഡ്രസ് ആണ് പി, സ്റ്റാർ ഇല്ലാത്ത പി. ഈ പീനെ ഇവര് പറഞ്ഞു വിടുന്നു. ഇവര് കയറിയിട്ട് ഒരു പോയിന്റർ വേരിയബിളില് സ്റ്റോർ ആവും. അപ്പൊ ഇവർക്ക് ആരെ കിട്ടി? ഈ പോയിന്റർ, ആ മെമ്മറിയെയാണ് കിട്ടിയത്. മെമ്മറിയാണ് പോകുന്നത്. ആ മെമ്മറി ഇവിടുത്തെ പി പോയിന്റ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇത് എന്തിനും തുല്യാണ് ഇപ്പൊ? പി ഈക്വൽ ടു ആംപർസൻഡ് സ്റ്റാർ പി. ഇതൊന്നും ക്യാൻസൽ ആവും. പി. ഓക്കെ, പോകുന്നത് അഡ്രസ് ആണോ ഇതിനെ കാൾ ബൈ റെഫറൻസ് അല്ലെങ്കിൽ പാസ് ബൈ റെഫറൻസ് എന്ന് പറയും. ഇനി അതിൻ്റെ ഒരു എക്സാമ്പിളിലേക്കാണ്. റെഫർ കാൾ ബൈ റെഫറൻസ് ടോപ്പിക് ഓഫ് ഫംഗ്ഷൻ. അപ്പൊ ഫംഗ്ഷനിലെ ആ ഒരു ടോപ്പിക്ക് ഞാൻ നല്ല രീതിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. അത് ഞാൻ വേണമെങ്കിൽ മറ്റേ മൊഡ്യൂൾ വിട്ടുതരാം, അല്ലെങ്കിൽ ലത്തീഫ് സാറ് പറഞ്ഞിട്ടുണ്ടാവും കാൾ ബൈ റെഫറൻസ്. ഓക്കെ, വേണമെങ്കിൽ ചോദിക്കും. ഇനി ഇവിടെ ഇപ്പോ എങ്ങനെയാണ് പറഞ്ഞയക്കുക? ഒരു പോയിന്ററിനെ എങ്ങനെ പറഞ്ഞയക്കും? പോയിന്ററിന്റെ അഡ്രസ് പി ആണ് പറഞ്ഞു വിടാം, സ്റ്റാർ പി അല്ല. ഓക്കെ, ക്യാച്ച് ചെയ്യാൻ നിൽക്കുന്നത് സ്റ്റാർ പി ആയിരിക്കും. സ്റ്റാർ പി, ക്യൂ, ആർ, എസ് എന്തും ആവാം. ഇനി എങ്ങനെയാണ് റിട്ടേൺ ചെയ്യുക? അപ്പൊ നോക്കിക്കോളൂ. നേരത്തെ വോയിഡ് എഫ് നെയിം ഇൻഡ് സ്റ്റാർ ആയിരുന്നു. ഇപ്പൊ ഇവിടെ കണ്ടോ, ഇൻഡ് സ്റ്റാർ ഇവിടെ വോയിഡ്. കാരണം ഈ ഭാഗം നമ്മൾ മെൻഷൻ ചെയ്യുന്നില്ല, നമ്മൾ തിരിച്ചു വിടുന്നതാണ് നോക്കുന്നത്. അപ്പൊ പ്രോട്ടോടൈപ്പില് ഇൻഡ് സ്റ്റാർ ആണ് റിട്ടേൺ ടൈപ്പ്. ഓക്കെ, അപ്പോൾ ഫംഗ്ഷൻ ഡെഫിനിഷനിലോ ഇൻഡ് സ്റ്റാർ പി ഫംഗ്ഷൻ നെയിം. അപ്പോൾ സ്റ്റാർ പിന്ന് ഇവിടെ കൊടുക്കേണ്ട വലിയ ആവശ്യമൊന്നുമില്ല. ഇൻഡ് സ്റ്റാർ ആയാലും മതി, കൊടുത്താലും കുഴപ്പമില്ല. ഇനി ഇത് കണ്ടോ, റിട്ടേൺ സ്റ്റേറ്റ്മെന്റ്. വോയിഡ് ആണെങ്കിൽ റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവില്ല. ഓക്കെ, നമ്മളെ പിന്നെ ഫംഗ്ഷൻ ബോഡി എം ടി ആക്കുകയാണ് നേരത്തെ ചെയ്തത്. കാരണം അവിടെ നമ്മൾ വല്ലാതെ ഫോക്കസ് ചെയ്യുന്നില്ല. നമ്മൾ എങ്ങനെയാണ് ഇയാളെ പറഞ്ഞു വിടുന്നത്, അത് അവർ പോയിട്ട് എങ്ങനെ കോപ്പി ആവുന്നത് എന്നാണ് നോക്കിയത്. ഇപ്പൊ നമ്മൾ ഈ റിട്ടേൺ ടൈപ്പിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ എനിവേ വോയിഡ് അല്ലാത്ത സ്ഥിതിക്ക് ഒരു റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരിക്കും. പോയിന്റർ ടൈപ്പിലുള്ള ഒരു റിട്ടേണിംഗ് ആണെങ്കിൽ അവർ റിട്ടേൺ ചെയ്യേണ്ടത് അഡ്രസ് ആയിരിക്കും. ഓക്കെ, സോ ഫംഗ്ഷൻ എങ്ങനെ കോൾ ചെയ്യും? കോൾ ചെയ്യുന്നത് നോർമലി കോൾ ചെയ്യും. പക്ഷെ ക്യാച്ച് ചെയ്യാൻ ഇവിടെ ആര് നിൽക്കണം? പി നിൽക്കണം. പി ഒരു അഡ്രസ് ഹോൾഡർ ആണ്. ഓക്കെ, അപ്പോൾ ഇൻഡ് സ്റ്റാർ ആണ് റിട്ടേൺ ടൈപ്പ്. ഇൻഡ് സ്റ്റാർ പി ആണ് ഒരു ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്നത്, ഒരു അഡ്രസ് ആണെന്നാണ് മീൻ ചെയ്യുന്നത്. ദെൻ ഇവിടെ ഒരു പോയിന്റർ തിരിച്ചു വരുന്ന ആളെ ക്യാച്ച് ചെയ്യാൻ നിൽക്കും. നേരത്തെ ഇവിടുന്ന് വിടുന്ന ആളെ ഇവിടുന്ന് പാസ് ചെയ്ത ആളെ ക്യാച്ച് ചെയ്യാൻ ഇവിടെ ഒരു ഇൻഡ് സ്റ്റാർ പി നിന്നു. ഇപ്പൊ അതല്ല, ഇവര് വിടുന്ന അഡ്രസ്സിനെ ക്യാച്ച് ചെയ്യാൻ ഇവിടെ ഒരു സ്റ്റാർ പി നിൽക്കണം. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ ഓപ്ഷൻ ആണ് ഇത്. തിരിച്ചു വിടുന്നവരെ ക്യാച്ച് ചെയ്യാൻ നിർത്തുക. അപ്പൊ റിട്ടേൺ ടൈപ്പ് പോയിന്റർ ആയിരിക്കും. ഇൻഡ് സ്റ്റാർ എടുക്കാൻ കാരണം ഇൻഡിജർ ടൈപ്പ് പോയിന്ററിന്റെ എക്സാമ്പിൾ ആയതുകൊണ്ടാണ് കേട്ടോ. ഫംഗ്ഷൻ വിത്ത് പോയിന്റർ റിട്ടേൺ ടൈപ്പ്. അപ്പോൾ
ഇനി ഈ സിൻടാക്സ് ഒന്ന് നോക്കും. ഒരു ഫംഗ്ഷൻ ഉണ്ട്, അയാള് 2 പോയിന്റേഴ്സിനെ സ്വീകരിക്കുന്നുണ്ട്, ഒരു പോയിന്ററിനെ തിരിച്ചുവിടുന്നുണ്ട്. ഓക്കെ, ഫംഗ്ഷൻ വിത്ത് പോയിന്റർ ആൻഡ് പോയിന്റർ റിട്ടേൺ ടൈപ്പ്. അതിൻ്റെ ഒരു എക്സാമ്പിൾ ആണ്. റൈറ്റ് എ പ്രോഗ്രാം ടു പ്രിന്റ് an array which is read outside the main function. മെയിൻ ഫംഗ്ഷന്റെ പുറത്ത് റീഡ് ചെയ്ത ഒരു അരേനെ മെയിൻ ഫംഗ്ഷൻ പ്രിന്റ് ചെയ്യണം. ഓക്കെ, ആസ് അഡ്രസ് റിട്ടേൺ അരേ. അപ്പൊ റിട്ടേണിങ് ആസ് അഡ്രസ് അരയാണ് റിട്ടേൺ ചെയ്യുന്നത്, പോയിന്റ് റൈറ്റ്. ഇപ്പൊ stdio.h ഉണ്ട്, പോണിയോന്റെ ആവശ്യമില്ല, പ്രത്യേകിച്ച് ഉബുണ്ടുവില്. ഓക്കെ, പിന്നെ ഒരു ഫംഗ്ഷൻ ഇൻഡ് സ്റ്റാർ റീഡ് ചെയ്യുന്നു. ആരെയാണ് റീഡ് ചെയ്യുന്നത്? അരേ ഡിക്ലെയർ ചെയ്തിട്ട് അതിന്റെ സൈസും. ഓക്കെ, അതാണ് ഇൻഡ്. ഇത് അരയാണ്, ഒരു ഇൻഡിജർ അരയാണ്. ആ ഇൻഡിജർ അരേന്റെ സൈസാണ് ഇത്. ഓക്കെ, ഇനി നമ്മൾ ഗ്ലോബലി ഈ ഒരു ഫംഗ്ഷനെ പരിചയപ്പെടുത്തി. ഗ്ലോബലി നമ്മൾ a(10) എന്ന ഒരു അരേനെയും കൂടെ പരിചയപ്പെടുത്തുന്നു, *q എന്ന പോയിന്ററിനെയും കൂടെ പരിചയപ്പെടുത്തുന്നു. ഗ്ലോബൽ ആണെന്ന് പറഞ്ഞാൽ ഫംഗ്ഷന്റെ അകത്തും മെയിൻ്റെ അകത്തും ഒക്കെ ആക്റ്റീവായിട്ട് ഇവരെ കിട്ടും. ഓക്കെ, ഇനി വോയിഡ് മെയിൻ ഐ ഉണ്ട്, എല്ലും ഉണ്ട്, പിന്നെ CLR SCR ഓഫ് ഉണ്ട്. അത് വിൻഡോസ് അറ്റ്മോസ്ഫിയറിൽ പോണിയോന്റെ അകത്തുള്ള ഒരു ഫംഗ്ഷനാണ് CLR SCR. അതൊക്കെ ഒന്ന് നോട്ട് ചെയ്യുക. വൈബൊക്കെ കഴിഞ്ഞു, പക്ഷേ ഇത് ഭാവിയിലും വരും. കോഴ്സ് വൈബ എന്നും പറഞ്ഞിട്ട് ഏറ്റവും അവസാനം മൊത്തം സിലബസിനെ ബേസ് ചെയ്തിട്ടും ക്വസ്റ്റ്യൻ വരും. പിന്നെ ചിലപ്പോൾ 2 മാർക്കിനൊക്കെ CLR SCR ഏത് ഹെഡർ ഫയലിൽ പെട്ടതാണ് എന്നൊരു പ്രാവശ്യം ചോദ്യം വന്നിട്ടുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ പോണിയോയിൽ പെട്ട 2 ഫങ്ഷൻസിന്റെ പേര്, അത് CLR SCR ആണെന്ന്, ഗെറ്റ് CH ആണ് മറ്റൊന്ന്. ഓക്കെ, അപ്പൊ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്യുക പറയുമ്പോൾ. അപ്പോൾ എന്തായാലും CLR SCRന്റെ ജോലി എന്താണ്? ഔട്ട്പുട്ട് സ്ക്രീന് ക്ലിയർ ചെയ്യുക. അപ്പോൾ നല്ല നീറ്റ് ആയിട്ടുള്ള ഒരു സ്ക്രീനാണ് ഇപ്പൊ നമ്മളെ മുമ്പിൽ ഉണ്ടാവുക. അതിപ്പോ കാണില്ല, അവസാനേ കാണത്തുള്ളൂ. പിന്നെ ഇൻഡിജർ ആയിട്ട് 2 വേരിയബിൾസ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, ഐയും എല്ലും. അരേ ആയതുകൊണ്ട് ഐ ഒരു കൗണ്ടർ വേരിയബിൾ ആണ് ഫോർ ലൂപ്പിനൊക്കെ വേണ്ടിയിട്ട്. ഫോർ ലൂപ്പിന് നിർബന്ധമില്ല, ഏത് ലൂപ്പും ആവാം. എൽ എന്താണ്? ഈ അരേ 10 ആളെ ഇൻക്ലൂഡ് ചെയ്യും, അത് മാക്സിമം ആണ്. നമ്മളിപ്പോ ചിലപ്പോൾ ടെസ്റ്റ് ചെയ്യാനൊക്കെ 3, 5 അങ്ങനെയാണ്. അപ്പൊ ആ ലിമിറ്റ് എത്രയെന്ന് സ്വീകരിക്കാനാണ് ഈ എൽ എന്ന വാരിയബിൾ. ഇനി നമ്മളൊരു പ്രോംപ്റ്റ് കൊടുക്കുകയാണ്, പ്രിന്റ് ഓഫ് എൻ്റർ ദ ലിമിറ്റ്. ലിമിറ്റ് എത്രയെന്ന് പറയാം. അപ്പോൾ സ്കാനഫ് വഴി ആംബസിന്റെ എല്ല്. ഈ ഒരു പ്രോഗ്രാം ഇപ്പൊ റൺ ചെയ്യുമ്പോൾ എത്ര അരേ എലമെന്റ്സ് വേണം, അതാണ് എല്ലിൽ കൊടുക്കേണ്ടത്. ദെൻ ക്യൂ ഒരു പോയിന്റർ ആണല്ലോ, ക്യൂ ക്യാച്ച് ചെയ്യാൻ നിൽക്കുകയാണ്. റീഡ് എന്ന ഫംഗ്ഷനെ വിളിക്കുന്നു. എ എന്ന അരേ റീഡ് ചെയ്തിട്ടില്ല, നമ്മൾ അരേ എലമെന്റ്സ് റീഡ് ചെയ്തിട്ടില്ല. എത്ര എലമെന്റ്സ് എന്നുള്ളതാണ് റീഡ് ചെയ്തത് എല്ലില്. അപ്പോൾ അരയും അതിന്റെ സൈസും ആണ് റീഡ് എന്ന ഫംഗ്ഷനിലേക്ക് നമ്മൾ വിടേണ്ടത്. അപ്പൊ ഡിക്ലെയർ ചെയ്ത അരയുടെ അഡ്രസ്സ്, ബേസ് അഡ്രസ്സ് എവിടെ ഉണ്ടാവും? എയിലുണ്ടാവും. അതാണ് എ. ഇതെന്താണ്? ഡിക്ലയേർഡ് അരേസ് ബേസ് അഡ്രസ്. പിന്നെ ഇതോ അരേ സൈസ്. ഒരു അരേ എങ്ങനെയാണ് ഫംഗ്ഷനിലേക്ക് പറഞ്ഞു വിടുക എന്നുള്ളത് ആ കോമ്പിനേഷൻ നമ്മൾ പഠിച്ചതാണ്, അരേയും ഫംഗ്ഷനും. ആ അരയുടെ അഡ്രസ്സും അവരുടെ സൈസും. സോ അതാണ് ഇവിടെ സംഭവിച്ചത്. അങ്ങനെ ഇവര് എവിടേക്ക് പോയി? ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്ത ഇവര് നേരെ റീഡ് എന്ന ഫംഗ്ഷന്റെ ഡെഫിനിഷനിലേക്കാണ് പോവുക. അത് ഏറ്റവും അടിയിലുണ്ടാവും. ഓക്കെ, അതായത് മെയിൻ കഴിഞ്ഞിട്ട് സബ് പ്രോഗ്രാം സെക്ഷനിൽ ഇവിടെ കണ്ടോ, ഇൻഡ് സ്റ്റാർ ക്യാച്ച് ചെയ്യാൻ ഒരു റിട്ടേൺ പോകുന്നത് ഒരു പോയിന്റർ അഡ്രസ്സാണ്. റീഡ് എന്ന ഫംഗ്ഷനിലേക്ക് വരുന്നത് ഒരു അഡ്രസ്സും ഉണ്ട്, ഒരു ഇൻഡിജറും ഉണ്ട്. അഡ്രസ്സ് വരുന്നത് അരയുടെ ബേസ് അഡ്രസ്സും, പിന്നെ ഇവിടെ
ഇവിടേക്ക് വരുന്ന ആള് എ എന്ന ബേസ് അഡ്രസ്സും എൽ എന്ന സൈസ് ഓഫ് അരയുമാണ്. ഇനി ഇവിടെ ആണ് ഈ ഫോർ ലൂപ്പ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ ഒരു ഇൻഡ് ഐ വേണം. അവിടുത്തെ ഇൻഡ് ഐ ഗ്ലോബൽ അല്ല, മെയിനിന്റെ സ്വന്തമാണ്. അത് റീഡ് എന്ന ഫംഗ്ഷനിലേക്ക് വരില്ല. റീഡ് എന്ന ഫംഗ്ഷനിലെ ഈ ഐ അവിടെയും കിട്ടില്ല. അപ്പൊ ഇവിടേക്ക് വേണ്ടിയിട്ട് ഒരു ഐ ഡിക്ലെയർ ചെയ്യുന്നു, പിന്നെ എലമെന്റ്സ് എൻ്റർ ചെയ്യാൻ മെസ്സേജ് കൊടുക്കുന്നു. അപ്പൊ നമ്മൾ ഓരോ എലമെന്റ്സ് ഇങ്ങനെ എൻ്റർ ചെയ്യുമ്പോൾ ഈ ഫോർ ലൂപ്പ് വർക്ക് ചെയ്യും. എത്ര തവണ? എല്ലാണ് എന്നിലേക്ക് വരിക. അപ്പൊ n എന്ന് പറഞ്ഞാൽ എല്ലാണ്. സപ്പോസ് 3 ആണെങ്കിൽ ഈ 3 എന്ന് വരും. അപ്പൊ i 0 മുതൽ 3 വരെ മൂവ് ചെയ്യുന്നു. ആ ഓരോ സമയത്തും നമ്മളുടെ പോയിന്റർ ആണ്, എ ആണ് വന്ന് ചാടിയത്, പക്ഷെ സ്റ്റാർ പിയിലേക്കാണ്. ദെൻ പി പ്ലസ് ഐ ആംബ്രസെന്റ് എ ഓഫ് ഐ എന്നുള്ള സ്ഥലത്താണ് പി പ്ലസ് ഐ എന്ന് പറയുന്നത്. ഓക്കെ, എന്നിട്ട് ഇപ്പോ ഈ ഫോർ ലൂപ്പ് റൺ ചെയ്ത് തീരുമ്പോൾ നമ്മൾ ആ അരേ എലമെന്റ്സ് റീഡ് ചെയ്ത് തീർന്നു. ഇനി എന്ത് ചെയ്യണം? പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മെയിനിലേക്ക് തിരിച്ചു വിടണം. ഇത് റീഡിങ് മെത്തേഡാണ്. അപ്പൊ റീഡിങ് കഴിഞ്ഞല്ലോ, അതുകൊണ്ട് പീനെ പി പ്ലസ് ഐ ആ യൂസ് ചെയ്ത്, പി പ്ലസ് പ്ലസ് അല്ല. അതുകൊണ്ട് ബേസ് അഡ്രസ് വന്ന് ചാടിയ ബേസ് അഡ്രസ് എവിടെ തന്നെ ഉണ്ട്? ഈ പിയിലുണ്ട്. ആ ബേസ് അഡ്രസ് അങ്ങോട്ട് തന്നെ വിട്ടു. വന്ന അരേന്റെ ബേസ് അഡ്രസ്സിനെ അത് കണ്ടന്റ് ഒക്കെ നിറച്ചിട്ട് നമ്മൾ ആ ബേസ് അഡ്രസ്സ് വീണ്ടും തിരിച്ചു വിടുകയാണ്. അപ്പൊ ഈ റിട്ടേൺ പി എന്ന് പറയുമ്പോൾ ഇയാൾ പോയിട്ട് അവിടെ നിൽക്കുന്ന ക്യൂയിലേക്ക് പോകും. ക്യൂ എന്ന പോയിന്റർ ആണ് ഗ്ലോബലി ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇവിടെ കണ്ടോ, ക്യൂ ഈക്വൽ ടു റീഡ് ഓഫ് എ എൽ. അപ്പൊ എ പോയിട്ട് അവിടെ എന്ത് ചെയ്യും? പിയിലും. പിന്നെ പി റീഡ് ചെയ്തതിനു ശേഷം പി തിരിച്ചു വിടും. അതായത് എം ടി ആയ ബേസ് അഡ്രസ് ആണ് അവിടേക്ക് പോയത്. പിയിൽ നമ്മൾ എം ടി ഫുള്ളാക്കി. ദെൻ അവര് തിരിച്ചു വന്നു. അതാര് ക്യാച്ച് ചെയ്യും? ഈ പി എ പോയി പിയിൽ ചാടി, പി റീഡ് ചെയ്തിട്ട് ക്യൂയിലേക്ക് തിരിച്ചു വിട്ടു. ഓക്കെ, ദെൻ ഇപ്പൊ ക്യൂല് എന്തുണ്ട്? മെയിനിലെ ക്യൂല് അരയുണ്ട്. ഓക്കെ, അപ്പൊ ആ ക്യൂ വെച്ചിട്ട് നമ്മൾ പ്രിന്റ് ചെയ്യും. പ്രിന്റ് ചെയ്യുമ്പോൾ കണ്ടന്റ് ആണ് കിട്ടേണ്ടത്, അഡ്രസ് അല്ല. സോ സ്റ്റാർ ക്യൂ പ്ലസ് ഐ. ഓക്കെ, ഇതാണ് ഇപ്പൊ മെയിൻ ഫംഗ്ഷൻ കഴിഞ്ഞു. അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു പ്രൊസീജിയർ. ഇനി ഇത് ലാസ്റ്റ് 3 വേയില് ഒരു ഫംഗ്ഷനും പോയിന്ററും തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ഒന്ന്, ഒരു പോയിന്ററിനെ അഡ്രസ്സിനെ ഫംഗ്ഷനിലോട്ട് വിടുക. അപ്പോൾ ആ അഡ്രസ് മെമ്മറിയെ ഫംഗ്ഷൻ ഹാൻഡിൽ ചെയ്യും. പിന്നെ ഉള്ള അടുത്ത വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് ഒരു ഫംഗ്ഷൻ അഡ്രസ് ഇങ്ങോട്ട് തരിക. അപ്പൊ ഇവിടെ പിടിക്കാൻ ഒരു പോയിന്റർ വേരിയബിൾ നിൽക്കണം. എന്നിട്ട് ആ മെമ്മറിയെ നമുക്ക് ഇവിടെയും ഹാൻഡിൽ ചെയ്യാം. ഓക്കെ, ഇനി ദ ലാസ്റ്റ് വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ between pointer and function is pointer points to function. ഫംഗ്ഷൻ എന്ന ഫംഗ്ഷൻ നെയിമിന് എന്തുണ്ട്? ഒരു മെമ്മറി ലൊക്കേഷൻ ഉണ്ട്. അയാൾ ആര് പോയിന്റ് ചെയ്യും? പോയിന്റർ പോയിന്റ് ചെയ്യും. അപ്പൊ ഫംഗ്ഷൻ നെയിം വെച്ച് ഫംഗ്ഷൻ വിളിക്കുന്നതിന് പകരം പോയിന്റർ വെച്ചിട്ട് നമുക്ക് ഫംഗ്ഷനെ കോൾ ചെയ്യാം. ഓക്കെ, ആകെ 3 പരിപാടികളാണ് ഉള്ളത്. എന്താണ്? അങ്ങോട്ട് വിടുക, തിരിച്ചു വിടുക, പിന്നെ ഇനി പോയിന്ററിന് ഫംഗ്ഷനെ വിളിക്കുന്നത് പോയിന്ററിനെ വെച്ച് വിളിക്കാം. We can create a pointer of any data type such as a int, char, float. We can also create a pointer pointing to a function. You see, function is a derived data type ആണെന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. സോ ഫംഗ്ഷനും ഒരു ഡാറ്റ ടൈപ്പ് ആണ്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു ഡാറ്റ ടൈപ്പില് നമുക്ക് എന്തുണ്ടാക്കാം? ഒരു പോയിന്റർ വേരിയബിൾ ഉണ്ടാക്കാം. സോ ഫംഗ്ഷന്റെ ടൈപ്പിൽ ഉണ്ടാക്കുന്ന പോയിന്ററിനെയാണ് നമുക്ക് pointer to function എന്ന് പറയാം. The code of a function always resides in a memory. അതായത് ഫംഗ്ഷൻ ഡെഫിനിഷൻ എവിടെ ഉണ്ടാവും?
ഒരു മെമ്മറിയിൽ തന്നെയാണ് ഇരിക്കുന്നത്. നമ്മൾ വിളിക്കുമ്പോൾ ആ മെമ്മറിയിൽ പോയിട്ടാണ് ആ കോഡ് എക്സിക്യൂട്ട് ആവുക. എന്നിട്ട് തിരിച്ചു റിട്ടേൺ എന്ന് പറയുമ്പോഴാണ് വിളിച്ച സ്ഥലത്തേക്ക് തിരിച്ചു വരിക. ഓക്കെ, അപ്പൊ അവരും മെമ്മറിയിലാണ്. വിച്ച് മീൻസ് ദാറ്റ് ദ ഫങ്ഷൻ ഹാസ് സം അഡ്രസ്. ഫങ്ഷനും ഒരു അഡ്രസ് ഉണ്ട്. ആ അഡ്രസ് സ്റ്റോർ ചെയ്യുന്ന പോയിന്റർ ആണ് ഫങ്ഷൻ പോയിന്റർ. ഇൻഡിജർ പോയിന്റർ എന്ന് പറയുന്ന പോലെ ഫങ്ഷൻ പോയിന്റർ. ഓക്കെ, അപ്പൊ അതിന്റെ ഒരു എക്സാമ്പിൾ കോഡ് ഇവിടെ കൊടുത്തിരിക്കുകയാണ്. അത് നിങ്ങളൊന്ന് പോയിന്റ് ചെയ്ത് പഠിക്കണം. കാരണം എന്താന്ന് വെച്ചാല് നിങ്ങളുടെ ടോപ്പിക്കില് സബ് ടോപ്പിക്കിൽ പെട്ടതാണത്. ഓക്കെ, അതുകൊണ്ട് അപ്പൊ ഹാഷ് ഇൻക്ലൂഡ് stdio.h അതെന്താന്ന് ഇപ്പൊ എല്ലാവർക്കും അറിയുന്നു വിശ്വസിക്കുന്നു. പ്രിന്റ് എഫ് സ്കാനഫ് ഇല്ലാതെ വലിയ പ്രോഗ്രാംസ് ഒന്നും ഉണ്ടാവില്ല. സോ അവരെ കിട്ടാനാണ് ഇൻപുട്ടും ഔട്ട്പുട്ടും ശരിയാവാനാണ് സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഹെഡർ ഫയലിൽ കൊണ്ടുവരുന്നത്. അതിൻ്റെ അകത്തുള്ളവരാണ് പ്രിന്റ് എഫ് സ്കാനഫ് അതൊക്കെ. അപ്പോൾ ഇന്റ് മെയിൻ ഓഫ് ഇന്റ് ആണ് റിട്ടേൺ ടൈപ്പ്. അഡ്രസ് ഓഫ് മെയിനിന് ഒരു അഡ്രസ് ഉണ്ട് എന്നല്ലേ നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഒന്നെങ്കിൽ ഈ അഡ്രസ്സുകളൊക്കെ അൺസൈൻഡ് ഇൻറ്റിജർ ടൈപ്പിൽ അല്ലെങ്കിൽ ഹെക്സാഡെസിമൽ, അതും അല്ലെങ്കിൽ %p അഡ്രസ് ടൈപ്പിലാണ് ഉണ്ടാവുക. അപ്പൊ നമ്മൾ മെയിനിന്റെ ഫംഗ്ഷൻ ഒരു അഡ്രസ് ഉണ്ട്. ഫംഗ്ഷന്റെ അഡ്രസ് എന്ന് പറയുന്നത് ആ ഫംഗ്ഷന്റെ നെയിം തന്നെയാണ്. അപ്പൊ ആ നെയിം വിത്തൗട്ട് ബ്രാക്കറ്റ് ഉണ്ടായ ഫംഗ്ഷനെ വിളിക്കുകയാണ്. ഫംഗ്ഷന്റെ അഡ്രസ് എന്ന് പറയുന്നത് ബ്രാക്കറ്റ് ഇല്ലാത്ത ഫംഗ്ഷൻ നെയിമാണ്. ഓക്കെ, അപ്പൊ അഡ്രസ് ഓഫ് മെയിൻ ഫംഗ്ഷൻ ഈസ് %p. %p ആയിട്ട് മെയിൻ എന്ന് മാത്രം ആ പേര്. ഫാക്ടോറിയൽ ആണെങ്കിൽ ഫാക്ടോറിയൽ ഓഫ് എന്ന് പാടില്ല. ഫാക്ടോറിയൽ ഇവിടെ മെയിൻ ഓഫ് ഇല്ല, അതായത് ഓഫ് ബ്രാക്കറ്റ് ആണ്, ഓപ്പൺ ക്ലോസ് ഓപ്പൺ ആൻഡ് ക്ലോസ്. അപ്പൊ അതില്ല. അപ്പൊ മെയിനിനെ അങ്ങോട്ട് പ്രിന്റ് ചെയ്യാം. എന്നിട്ട് റിട്ടേൺ 0 വെക്കാൻ കാരണം ഇൻഡ് മെയിൻ ആയതുകൊണ്ടാണ്. അപ്പൊ നമുക്ക് കാണാൻ കഴിയും മെയിൻ ഇപ്പോൾ ഏത് മെമ്മറി ലൊക്കേഷനിലാണ് എന്ന്. ഓക്കെ, അപ്പോൾ മെയിനിന്റെ ഒരു അഡ്രസ് ഉണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ. പിന്നെ നിങ്ങൾ യുജിക്കാരായതുകൊണ്ടാണ് ഞാൻ ഇത് സിമ്പിൾ ആക്കിയത്. അതായത് ഈ ഒരു സ്ക്രീനിൽ കാണുന്നത് മാത്രമാണ് മൂന്നാമത്തെ വാല്യൂ വരുന്ന നോട്ട്, അതായത് പോയിന്റർ ടു ഫങ്ഷൻ. ഓക്കെ, അത് ഞാൻ അത്രയും ചുരുക്കിയതാണ്, ഈ കൺഫ്യൂഷൻ വരണ്ടെന്ന് വെച്ചിട്ട്. യഥാർത്ഥത്തിൽ ഇപ്പൊ ഒരു ഫാക്ടോറിയൽ ഫംഗ്ഷൻ ഉണ്ട്, അതിനൊരു പോയിന്റർ ഡിക്ലെയർ ചെയ്തു. അതിനെ ഇപ്പൊ ഫാക്ടോറിയൽ ഫംഗ്ഷനെ വിളിക്കുന്നത് ഈ പോയിന്ററിനെ വെച്ച് വിളിക്കുന്നതൊക്കെ ഉണ്ട്. എക്സാമ്പിൾസ് ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷെ ഞാൻ ജസ്റ്റ് ഒന്ന് ചുരുക്കിയതാണ്. മെയിനിന്റെ അഡ്രസ്സ് പ്രിന്റ് ചെയ്യുന്ന ഒരു എക്സാമ്പിളോട് കൂടി ആ ഒരു ടോപ്പിക് ഞാൻ കവർ ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ഇനി കൂടുതൽ കൺഫ്യൂഷൻ വേണ്ട. അപ്പൊ പോയിന്റർ ടു ഫംഗ്ഷൻ, പോയിന്റർ പാസ് ടു ഫംഗ്ഷൻ അല്ല, പോയിന്റർ ടു ഫംഗ്ഷൻ ആണ്. പാസ് ടു ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കമ്മ്യൂണിക്കേഷൻ പാർട്ടാണ്. റിട്ടേൺ സെക്കൻഡ് ടൈപ്പാണ്. തേർഡ് ടൈപ്പാണ് പോയിന്റർ ടു ഫംഗ്ഷൻ. അതിന്റെ മീനിങ് എത്രയേ ഉള്ളൂ? ഫംഗ്ഷൻ ഹാസ് എ മെമ്മറി and that memory will be pointed by a pointer variable, and that pointer variable has the type which is the function type. ഫംഗ്ഷൻ എന്താണോ ടൈപ്പ് അത് തന്നെയാണ് ആ പോയിന്റർ വേരിയബിളിന്റെ ടൈപ്പ്. ഓക്കെ, സോ താങ്ക് യു. At this point we finish our C module 1 and module 4. So next class will be a revision with a question paper discussion.